കൺമണിപ്പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ എന്താടാ ദാസ എത്ര മനോഹരമായ നടക്കും ഒരു ഗതിയില്ലാതെ നീ തെരുവഴി കൂടെ ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കുന്നതിന്റെ തലേ ദിവസം ഓർഡർ വരും. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞ ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ ഒന്നും നോക്കുന്ന കാര്യമല്ല. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാർ വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കത് സുഖിക്കണം. എന്തൊക്കെയാണ് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നു, ഞാനങ്ങ് തിന്നു. അത് ശരി. അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. ഒരു കൂട്ടു വ്യവസായമാകുമ്പോ നഷ്ടം വന്നാൽ രണ്ട് പാർട്ടീസും സഹിക്കണം. കുഴപ്പമില്ല, ഞങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നീ അയാളോട് കയർത്ത് സംസാരിച്ചത് തീരെ ശരിയായില്ല. നടപടി വല്ലതും വന്നാൽ നിനക്ക് പേടിക്കാനില്ലല്ലോ, ലോൺ എന്റെ പേരിലല്ലേ. നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങല്ലേ. അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാലം. നമുക്ക് നാട് വിടണം. നാട് വിടാനോ? സാധാരണ നാടല്ല ദാസ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പോലെ ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുപോകുമെന്ന് വിചാരിക്കണ്ട.